സംസ്ഥാനത്ത് ഇന്ന് 2479 പേർക്ക് കോവിഡ്, 2255 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 149 പേരുടെ ഉറവിടം വ്യക്തമല്ല. 2716 പേർക്ക് രോഗമുക്തി. ഇന്ന് 11 മരണം കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. സ്ഥിരീകരണം ആലപ്പുഴയിലെ NIV പരിശോധനയ്ക്ക് ശേഷം. ആകെ മരണം 326 ആയി. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ ഏറ്റവും അധികം പേർ തിരുവനന്തപുരം ജില്ലയിൽ. 477 പേർക്കാണ് രോഗബാധ. എറണാകുളം, കൊല്ലം, കാസർഗോഡ്, തൃശൂർ ജില്ലകളിൽ 200-ലേറെ പേർക്ക് കോവിഡ്. കോട്ടയത്തും മലപ്പുറത്തും 178 പേർക്ക് വീതം കോവിഡ്. കോഴിക്കോട്ട് 167 പുതിയ രോഗികൾ. പത്തനംതിട്ട, കണ്ണൂർ, ആലപ്പുഴ ജില്ലകളിൽ 100-ലേറെ രോഗികൾ. ഇന്ന് ഏറ്റവും കുറവ് രോഗികൾ ഇടുക്കിയിൽ. 29 പേർക്ക് രോഗം. പാലക്കാട് 42-ഉം വയനാട്ടിൽ 84-ഉം പുതിയ രോഗികൾ. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 36,000-ത്തിലധികം സാമ്പിളുകൾ. 16 പ്രദേശങ്ങൾ കൂടി ഹോട്ട്സ്പോട്ട്. 28 പ്രദേശങ്ങൾ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവായി. നിലവിൽ സംസ്ഥാനത്തുള്ളത് 557 ഹോട്ട്സ്പോട്ടുകൾ. കുട്ടനാട്, ചവറ ഉപതെരഞ്ഞെടുപ്പുകൾ നവംബറിൽ. ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുക ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം. തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത്. ആകെ 65 മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പ് തോമസ് ചാണ്ടിയുടെ മരണത്തെ തുടർന്ന്. ചവറ ഉപതെരഞ്ഞെടുപ്പ് വിജയൻ പിള്ളയുടെ മരണം മൂലം. ഇരു മണ്ഡലങ്ങളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പം. ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ സജ്ജമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും തെരഞ്ഞെടുപ്പ്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ടിക്കാറാം മീണ. കുട്ടനാട്ടിൽ മത്സരിക്കാൻ പാർട്ടി സജ്ജമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരൻ മാസ്റ്റർ. സ്ഥാനാർത്ഥിയാരെന്ന കാര്യത്തിൽ തീരുമാനമായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ LDF യോഗം ചേർന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തോമസ് ചാണ്ടിയുടെ കുടുംബം കത്ത് നൽകിയതിനെക്കുറിച്ച് അറിയില്ലെന്നും TP പീതാംബരൻ. NCP നേതൃത്വം പറഞ്ഞാൽ കുട്ടനാട്ടിൽ മത്സരിക്കാൻ തയ്യാറെന്ന തോമസ് ചാണ്ടിയുടെ സഹോദരൻ തോമസ് K. തോമസ്. തനിക്ക് CPM-ന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. കുടുംബത്തിന്റെ താൽപര്യം നേരത്തെ തന്നെ NCP നേതൃത്വത്തെ അറിയിച്ചതാണ്. NCPയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും തോമസ് K. തോമസ്. ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ നേരിടാൻ പാർട്ടി സജ്ജമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. 2 മണ്ഡലങ്ങളിലും LDF ജയിക്കുമെന്നും കോടിയേരി. ഉപതെരഞ്ഞെടുപ്പിനെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നേരിടുമെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ. ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നിലവിൽ ചർച്ചകൾ നടത്തിയിട്ടില്ല. വിജയപ്രതീക്ഷയോടെ തന്നെയാണ് ഏത് തെരഞ്ഞെടുപ്പിനെയും നേരിടുകയെന്നും വിജയരാഘവൻ. JEE നീറ്റ് പരീക്ഷകളിൽ മാറ്റമില്ല. പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. പുനഃപരിശോധനാ ഹർജികൾ തള്ളിയത് ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച്. ബംഗളൂരു ലഹരിക്കടത്ത് കേസിലെ പ്രതികൾക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന അന്വേഷണവുമായി കസ്റ്റംസ്. ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയ സന്ദർശിച്ചത് മയക്കുമരുന്ന് കടത്തിനെന്ന് സംശയം. റമീസിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. സ്വർണ്ണക്കടത്തിൽ മയക്കുമരുന്ന് ലോബി പണം നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണം. KT റമീസിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് കോടതിയുടെ അനുമതി തേടി. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി തിങ്കളാഴ്ച അപേക്ഷ പരിഗണിക്കും. ബംഗളൂരുവിൽ വെച്ച് സ്വപ്നയും സന്ദീപും NIA കസ്റ്റഡിയിലായ ദിവസം മുഹമ്മദ് അനൂപ് കേരളത്തിലെ ഉന്നതരെ നിരവധി വട്ടം ഫോണിൽ വിളിച്ചതായും കണ്ടെത്തൽ. KT റമീസിനെ ചോദ്യം ചെയ്യുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാക്കുന്നതിന്. വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിന് പണം നിക്ഷേപിച്ചവരിൽ മുഹമ്മദ് അനൂപ് ഉണ്ടോ എന്നും പരിശോധിക്കും. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ അനൂപ് മുഹമ്മദിന്റെ മൊഴിയുടെ പൂർണ്ണരൂപം പുറത്ത്. അനൂപ് 2013 മുതൽ മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്നു. ലഹരിമരുന്ന് വാങ്ങിയത് ആഫ്രിക്കൻ സംഘങ്ങളിൽ നിന്ന്. കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്തെന്നും മൊഴി. മയക്കുമരുന്ന് കേസിൽ സിനിമാ മേഖലയിലെ കൂടുതൽ പേർ കുടുങ്ങുമെന്ന സൂചന നൽകി സെൻട്രൽ ക്രൈംബ്രാഞ്ച്. നടി രാഗിണി ദ്വിവേദി കസ്റ്റഡിയിൽ. കഴിഞ്ഞ ദിവസം നടി രാഗിണിയുടെ സുഹൃത്ത് രവിശങ്കറിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. മയക്കുമരുന്ന് കേസിൽ നടി സഞ്ജന ഗൽറാണിയുടെ സഹായി രാഹുലും പിടിയിലായെന്ന് സൂചന. സഞ്ജന ഗൽറാണിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചുവരുത്തിയേക്കും.
കേരളത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. കന്നഡ നടീനടന്മാർക്ക് പുറമെ മലയാള സിനിമയിലെ ചിലരും നിരീക്ഷണത്തിൽ. ആവശ്യമെങ്കിൽ ഇവരെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുമെന്നും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. ബിനീഷ് കോടിയേരി കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ ശിക്ഷിക്കട്ടെ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ആരും സംരക്ഷിക്കാൻ പോകുന്നില്ല. തന്നെ മാനസികമായി തകർക്കാനാണ് ശ്രമമെങ്കിൽ ഇതുകൊണ്ടൊന്നും തകരില്ല. ആരോപണം ഉന്നയിച്ച് പുകമറ സൃഷ്ടിക്കാതെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് അന്വേഷണ ഏജൻസികൾക്ക് നൽകട്ടെയെന്നും കോടിയേരി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസും മയക്കുമരുന്ന് ഇടപാടും തമ്മിൽ അഭേദ്യമായ ബന്ധമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് സംഘവുമായി ബിനീഷ് കോടിയേരിക്ക് ബന്ധമുണ്ടെന്ന റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നത്. ബന്ധം ബിനീഷ് സമ്മതിച്ചത് ഗൌരവം കൂട്ടുന്നുവെന്നും ചെന്നിത്തല. ബംഗളൂരു ലഹരിമരുന്ന് അന്വേഷണം കേരളവും ഗൌരവത്തിലെടുക്കണമെന്ന PK കുഞ്ഞാലിക്കുട്ടി MP. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ക്യാമ്പസുകളിൽ ലഹരിമരുന്ന് എത്തുന്നത്. കേരളത്തിൽ ഉന്നത തലത്തിൽ നിന്ന് ഇതിന് പിന്തുണ ലഭിക്കുന്നു. ഇക്കാര്യത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും കുഞ്ഞാലിക്കുട്ടി. ബംഗളൂരു ലഹരിമരുന്ന് കേസ് കേരള പോലീസ് അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. കേരളത്തിൽ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വ്യാപനമുണ്ടെന്നും സുരേന്ദ്രൻ. തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഇരട്ടക്കൊലയിൽ പോലീസ് അന്വേഷണം ഊർജിതം. ഒളിവിൽ കഴിയവേ താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന പ്രതി ഉണ്ണിയുടെ മൊഴി. ആത്മഹത്യാ ശ്രമം മതപുരത്തെ വനപ്രദേശത്ത് ഒളിവിൽ കഴിയവേ. മരത്തിൽ കെട്ടിത്തൂങ്ങി മരിക്കാനായിരുന്നു ശ്രമമെന്നും ഉണ്ണി. മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ലെന്ന് പോലീസ്. അറസ്റ്റിലായ ഉണ്ണി കോൺഗ്രസ് പ്രവർത്തകൻ എന്നതിന് തെളിവ്. കോൺഗ്രസ് തലയൽ വാർഡ് കമ്മിറ്റി രൂപീകരണ ഫോട്ടോയിൽ ഉണ്ണിയും. ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് യൂത്ത് കോൺഗ്രസ് വെമ്പായം ടൗൺ കമ്മിറ്റി. അടൂർ പ്രകാശിനെതിരെ ഗുരുതര ആരോപണവുമായി DYFI. കൊലപാതകത്തിന് മുൻപായി MP മരുതമൂട് എന്ന സ്ഥലത്തെത്തി. ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള പ്രതികളെ MP കണ്ടെന്നും DYFI സംസ്ഥാന സെക്രട്ടറി A. റഹീം. കൊലയാളി സംഘവുമായി ബന്ധമുണ്ടെന്ന DYFI ആരോപണം തള്ളി അടൂർ പ്രകാശ് MP. കേസിൽ DYFI കെട്ടുകഥ ചമയ്ക്കുകയാണ്. CBI അന്വേഷണം ആവശ്യപ്പെടാൻ DYFIയെ വെല്ലുവിളിച്ച് അടൂർ പ്രകാശ്. ക്രിമിനൽ സംഘങ്ങളെ കോൺഗ്രസ് തീറ്റിപ്പോറ്റുന്നുവെന്ന LDF കൺവീനർ A. വിജയരാഘവൻ. വെഞ്ഞാറമൂട് കൊലപാതകം സമാധാനാന്തരീക്ഷം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. കോൺഗ്രസ് നേതാക്കൾ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നും A. വിജയരാഘവൻ. വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകം CBI അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം റൂറൽ SP-യുടെ നേതൃത്വത്തിലെ അന്വേഷണത്തിൽ സത്യം പുറത്തുവരില്ല. അടൂർ പ്രകാശിന്റെ പേര് കേസിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ചെന്നിത്തല. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി ലീനയുടെ തിരുവനന്തപുരത്തെ വീടാക്രമണ കേസിൽ വഴിത്തിരിവ്. വീടാക്രമിച്ചത് മകൻ ലിഖിൽ കൃഷ്ണയെന്ന പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ലിഖിൽ കൃഷ്ണയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. കണ്ണൂർ കതിരൂരിൽ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച 2 പേർക്ക് പരിക്ക്. M. റമീഷ്, മാഹി സ്വദേശി ധീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. റമീഷിന്റെ പരിക്ക് ഗുരുതരം. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കോടതി വെറുതെ വിട്ടയാളാണ് റമീഷ്. പരിക്കേറ്റവരെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കതിരൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ 2 CPM പ്രവർത്തകർക്ക് പരിക്കേറ്റത് കലാപത്തിനുള്ള കോപ്പുകൂട്ടലിനിടെയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ജില്ലയെ വീണ്ടും ചോരക്കളമാക്കാനുള്ള ശ്രമമാണ് ഈ അപകടത്തിലൂടെ പുറത്തായിരിക്കുന്നത്. പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോൾ രാഷ്ട്രീയ കലാപമുണ്ടാക്കാൻ എല്ലാ കാലത്തും CPM ശ്രമിക്കാറുണ്ടെന്നും സുരേന്ദ്രൻ. ജോസ് കെ മാണിക്കെതിരെ തൊടുപുഴ കോടതിയിൽ ഹർജി നൽകി PJ ജോസഫ്. കോടതി വിധി ലംഘിച്ചെന്ന് ആരോപിച്ചാണ് ഹർജി. ജോസ് കെ മാണി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിളിച്ചത് പാർട്ടി ചെയർമാൻ എന്ന നിലയിലാണ്. ചെയർമാൻ പദവി ഉപയോഗിക്കരുതെന്ന് കോടതി വിധിയുണ്ടെന്ന് ഹർജിയിൽ ജോസഫ്. PJ ജോസഫ് നൽകിയ ഹർജിക്കെതിരെ റോഷി അഗസ്റ്റിൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൃഹപാഠം നടത്തിയാണ് വിധി പ്രസ്താവിച്ചത്. 174 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പിന്തുണയുള്ള പക്ഷത്തിന്റെ ചെയർമാനാണ് ജോസ് കെ മാണി. കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നതിൽ സംശയമില്ലെന്നും റോഷി അഗസ്റ്റിൻ. UDF വിരുദ്ധ നിലപാട് തുടർന്നാൽ ജോസ് കെ മാണി വഴിയാധാരമാകില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. UDF എടുത്തില്ലെങ്കിലും ജോസ് കെ മാണി തെരുവിലാകില്ല. ഇരുവിഭാഗത്തെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ UDF-നാകില്ല. UDF-നെയും BJP-യെയും ദുർബലപ്പെടുത്താനുള്ള സാധ്യതകൾ LDF-ലെ കക്ഷികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും കോടിയേരി. ജോസ് കെ മാണി വിഷയത്തിൽ UDF-ൽ സമവായം ഉണ്ടാകണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇക്കാര്യത്തിൽ UDF യോഗം വ്യക്തമായ അഭിപ്രായം രൂപീകരിക്കും.
താൻ കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുന്നതിനെപ്പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. ഒപ്പിട്ട ഫയലുകളെല്ലാം പുറത്തുവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. ഒപ്പ് വ്യാജമല്ലെന്ന് ഫോറൻസിക് പരിശോധന നടത്തി മുഖ്യമന്ത്രി തെളിയിക്കണമെന്നും സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ ഒപ്പ് വ്യാജമാണെന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ബി.ജെ.പി. വക്താവ് സന്ദീപ് വാര്യർ. ഒപ്പ് വ്യാജമാണെന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ ബോധ്യമുണ്ട്. ഫയൽ ചോർത്തിയെടുത്തതല്ല, വിവരാവകാശം വഴി എടുത്തതാണെന്നും സന്ദീപ് വാര്യർ. ഒപ്പ് വിവാദം ധനമന്ത്രി എന്തിനാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞത് എന്ന് അറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി അത് സ്വന്തം ഒപ്പ് എന്ന് പറഞ്ഞതോടെ ഇനി അതിൽ മറ്റു പ്രശ്നമില്ലെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ഒപ്പ് വ്യാജമാണെങ്കിൽ അത് ഗൌരവമുള്ള വിഷയമാണെന്നാണ് താൻ പറഞ്ഞതെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. വ്യാജമാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആരോപണം ഉന്നയിച്ചവർക്കാണ്. ഒക്കച്ചങ്ങാതിയല്ല, ഒറ്റച്ചങ്ങാതിയാണ് ലീഗിനുള്ളതെന്നും അത് UDF ആണെന്നും കുഞ്ഞാലിക്കുട്ടി. അതിർത്തി സംഘർഷത്തിൽ ഇന്ത്യ ചൈന പ്രതിരോധ മന്ത്രിതല ചർച്ച അല്പസമയത്തിനകം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈനീസ് പ്രതിരോധ മന്ത്രി വെയ് ഫെങ്ങോയുമായി കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ച മോസ്കോയിൽ ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ. ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറായത് ചൈനീസ് പ്രതിരോധ മന്ത്രി സമയം ചോദിച്ചതിന് പിന്നാലെ പ്രതിരോധ മന്ത്രിതല ചർച്ചയിൽ പ്രശ്നപരിഹാരം പ്രതീക്ഷിച്ച് ഇരു രാജ്യങ്ങളും. ലഡാക്കിൽ തുടർന്ന് ഇന്ത്യയുടെ കര വ്യോമസേനാ മേധാവികൾ. പരസ്പര വിശ്വാസം, അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കലും ദക്ഷിണേന്ത്യൻ സമാധാനത്തിന് പ്രധാനമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. യുദ്ധം ലോകത്തിന് തന്നെ ദോഷകരമാണ്. മോസ്കോയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാജ്നാഥ് സിംഗ്. അതിർത്തിയിലെ സാഹചര്യം ആശങ്കാജനകമെന്ന് കരസേനാ മേധാവി MM നരവാനെ. ഏത് സാഹചര്യവും നേരിടാൻ സൈന്യം സജ്ജം. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും കരസേനാ മേധാവി. അതിർത്തിയിലെ ഭീഷണി നേരിടാൻ ഇന്ത്യ സജ്ജമെന്ന സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തും. ചൈനയുടെ പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇന്ത്യ ശക്തം. അതിർത്തികളിൽ സമാധാനം വേണമെന്നും റാവത്ത്. കിഴക്കൻ ലഡാക്ക് അതിർത്തിയിലെ തർക്കം മുതലെടുക്കാൻ ശ്രമിക്കരുതെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി സംയുക്ത സേനാ തലവൻ ബിപിൻ റാവത്ത്. മുതലെടുപ്പ് നടത്തിയാൽ കനത്ത നഷ്ടം നേരിടേണ്ടി വരും. അത്തരം സാഹചര്യം നേരിടാൻ സജ്ജമാണെന്നും ബിപിൻ റാവത്ത്. റഷ്യ വികസിപ്പിച്ച സ്പുട്നിക് വാക്സിൻ കോവിഡിനെതിരെ ഫലപ്രദമാകുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. റഷ്യയും ഇന്ത്യയുമായി ദീർഘകാലത്തെ നയതന്ത്ര ബന്ധമുണ്ടെന്നും മോസ്കോ ഉച്ചകോടിയിൽ രാജ്നാഥ് സിംഗ്. തമിഴ്നാട്ടിലെ കടലൂരിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 9 മരണം, 20ഓളം പേർക്ക് പരിക്കേറ്റു. 4 പേരുടെ നില ഗുരുതരം. സ്ഫോടനമുണ്ടായത് കടലൂരിലെ കാട്ടുമണ്ണാർ കോവിൽ പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണശാലയിൽ. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നുണ്ടായ തീപിടുത്തമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയതായി കടലൂർ പോലീസ്. ചിറ്റാറിൽ വനപാലകരുടെ കസ്റ്റഡിയിൽ മരിച്ച മത്തായിയുടെ മൃതദേഹത്തിൽ കൂടുതൽ മുറിവുകൾ കണ്ടെത്തി. കൈമുട്ടിന് താഴെ പൊട്ടലും തലയിൽ മുറിവും കണ്ടെത്തി. കണ്ടെത്തലുകൾ CBI അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ റീപോസ്റ്റ്മോർട്ടം. കൊച്ചി മെട്രോ സർവീസ് ഇനി പേട്ടയിലേക്കും. തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ചടങ്ങിൽ പങ്കെടുക്കും. ഇതോടെ കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടം പൂർത്തിയാകും. സർക്കാരിന്റെ 100 ദിവസം 100 പദ്ധതി തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കോവിഡ് കാലത്ത് പ്രഖ്യാപിച്ച 20,000 കോടി രൂപയുടെ പാക്കേജ് എവിടെയുമായില്ല. സെക്രട്ടേറിയറ്റ് തീപിടുത്തത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിലും ഇതുവരെ വന്നിട്ടില്ലെന്നും ചെന്നിത്തല. അധ്യാപിക സായി ശ്വേതയ്ക്കെതിരെ അപമാനകരമായ പ്രചരണം നടത്തിയെന്ന ആരോപണത്തിൽ അഭിഭാഷകൻ ശ്രീജിത്ത് പെരുമനയ്ക്കെതിരെ കേസെടുത്ത വനിതാ കമ്മീഷൻ. റിപ്പോർട്ട് സമർപ്പിക്കാൻ കോഴിക്കോട് റൂറൽ SPയോട് ആവശ്യപ്പെട്ടു. ഫേസ്ബുക്കിലൂടെയുള്ള മോശം പ്രചാരണം സ്ത്രീ പദവിയെ സമൂഹത്തിനു മുന്നിൽ ഇകഴ്ത്തുന്ന തരത്തിലുള്ളതാണെന്ന് ചെയർപേഴ്സൺ MC ജോസഫൈൻ. വയനാട് ഇരുളത്ത് വനഗ്രാമമായ പാമ്പ്ര പ്രദേശത്ത് പട്ടാപ്പകൽ കടുവയെ കണ്ട ഭീതിയിൽ പ്രദേശവാസികൾ. കണ്ടത് ആഴ്ചകളായി ചീയമ്പം 73 ഭാഗത്ത് നിരവധി കർഷകരുടെ വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവയെ. ആശങ്ക പങ്കുവച്ച് ഇരുളം, മാതമംഗലം, പൊകലമാളം, പാമ്പ്ര തുടങ്ങിയ പ്രദേശവാസികൾ. 1 മാസത്തോളമായി പ്രദേശത്ത് കടുവയുടെ ശല്യം രൂക്ഷം. കടുവയെ കൂടുവച്ച് പിടികൂടി ഉൾവനത്തിൽ കൊണ്ടുപോയി വിടണമെന്ന ആവശ്യം. പ്രദേശത്ത് നിരീക്ഷണം ഏർപ്പെടുത്തി വനംവകുപ്പ്.
വയനാട് മാനന്തവാടിയിൽ എലിപ്പനി ബാധിച്ച് യുവാവ് മരിച്ചത് കാരക്കാമല പൈനാടത്ത് തോമസിന്റെ മകൻ ആന്റണി 46 വയസ്സായിരുന്നു. എലിപ്പനി ബാധിച്ച് 2 ആഴ്ചയായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായി. കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറച്ചു കാണിക്കാൻ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പരിശോധനകൾ കുറയ്ക്കുന്നത് ഇതിനായാണ്. ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, ഫയർഫോഴ്സ് വിഭാഗങ്ങളുടെ ശമ്പളം കട്ട് ചെയ്യേണ്ടിയിരുന്നില്ലെന്നും ചെന്നിത്തല. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 39 ലക്ഷം കടന്നു. തുടർച്ചയായ 2ാം ദിവസവും 83,000-ലധികം പുതിയ കോവിഡ് രോഗികൾ. 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 83,341 പേർ. രാജ്യത്താകെ 39,36,747 കോവിഡ് രോഗികൾ. 24 മണിക്കൂറിനിടെ മരിച്ചത് 1,096 പേർ. ആകെ മരണം 68,472 ആയി. മഹാരാഷ്ട്രയിൽ 18,000 കടന്ന് പ്രതിദിന വർധന. കർണാടകയിൽ 24 മണിക്കൂറിനിടെ 8,800ഓളം പേർക്ക് രോഗബാധ. ആന്ധ്രയിൽ പ്രതിദിന വർധന 10,000-ന് മുകളിൽ. കോവിഡ് കാലത്ത് വേണ്ടത് മനുഷ്യന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമാക്കിയുള്ള വികസനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് ആരോഗ്യ മേഖലയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. കോവിഡിന് ഇന്ത്യക്കാരുടെ ആവേശത്തെ കെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും അമേരിക്ക ഇന്ത്യ വാർഷിക നേതൃസമ്മേളനത്തിൽ പ്രധാനമന്ത്രി. ലോകത്ത് 2,64 ലക്ഷത്തിലേറെ കോവിഡ് ബാധിതർ. 8,72,000 കടന്ന് മരണസംഖ്യ. 24 മണിക്കൂറിനിടെ 2.25 ലക്ഷം പേർക്ക് രോഗബാധ. യൂറോപ്യൻ രാജ്യങ്ങളിൽ 2ാം ഘട്ട രോഗവ്യാപനം ശക്തം. സമ്പദ് വ്യവസ്ഥയെ വീണ്ടെടുക്കാൻ പദ്ധതികൾ പ്രഖ്യാപിച്ച് ഫ്രാൻസ്. പ്രഖ്യാപിച്ചത് 100 ബില്യൺ യൂറോ. അമേരിക്കയിൽ 24 മണിക്കൂറിനിടെ 40,000-ലേറെ പുതിയ രോഗികൾ. ആകെ 63,35,244 രോഗബാധിതർ. മരണം 1,91,000 പിന്നിട്ടു. കോഴിക്കോട് ഇരിങ്ങണ്ണൂരിൽ മുസ്ലിം ലീഗ് ഓഫീസ് ആക്രമിച്ച കേസിൽ 3 CPM പ്രവർത്തകർ അറസ്റ്റിൽ. അറസ്റ്റിലായത് വെള്ളൂർ സ്വദേശികളായ P. ഷാജി, CK വിശ്വജിത്ത്, മുടവന്തേരി സ്വദേശി M. സുഭാഷ് എന്നിവർ. ലീഗ് ഓഫീസിന് നേരെ ആക്രമണമുണ്ടായത് ബുധനാഴ്ച. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് കത്തയച്ച് വടക്കാഞ്ചേരി MLA അനിൽ അക്കരയുടെ അമ്മ ലില്ലി ആന്റണി. കത്ത് സാത്താന്റെ സന്തതി എന്ന CPM നേതാവ് ബേബി ജോണിന്റെ പരാമർശത്തിനെതിരെ. 16 വർഷം മുൻപ് മരിച്ച അനിൽ അക്കരയുടെ അച്ഛന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സഖാക്കൾക്ക് അറിയാമെന്ന് കത്തിൽ. സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡ് ജീവനക്കാർ നാളെ പണിമുടക്കും. സംയുക്ത ട്രേഡ് യൂണിയനാണ് സമരം നടത്തുന്നത്. മുടങ്ങിക്കിടക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക്. പാലാരിവട്ടം പാലം പുതുക്കിപ്പണിയാൻ അനുവദിക്കണമെന്ന സർക്കാരിന്റെ അപേക്ഷ പരിഗണിക്കുന്നത് 2 ആഴ്ചത്തേക്ക് മാറ്റിവെച്ച് സുപ്രീംകോടതി. തീരുമാനം നിർമ്മാണ കമ്പനിയുടെ അപേക്ഷ പരിഗണിച്ച്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കാൻ കരാറുകാരോട് കോടതി. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ആചാരപരമായ ചടങ്ങുകളോടെ നടന്നു. ഇക്കുറി പങ്കെടുത്തത് ലാഹ ഇടയാറന്മുള പള്ളിയോടം മാത്രം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച പള്ളിയോടത്തിൽ 24 പേർ മാത്രം. വയനാട് പേരിയയിൽ വീണ്ടും മാവോയിസ്റ്റ് സംഘം. പേരിയ ചോയ്മൂല കോളനിയിൽ മാവോയിസ്റ്റുകൾ എത്തിയത് ഇന്നലെ രാത്രി. കോളനിയിലെ ബിജുവിന്റെ വീട്ടിലെത്തിയ സംഘം അരിയും സാധനങ്ങളും വാങ്ങി കാടുകളിലേക്ക് മടങ്ങി. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം MLAയും മുസ്ലിം ലീഗ് നേതാവുമായ MC കമറുദ്ദീനെതിരെ പോലീസിൽ പരാതി നൽകി കൂടുതൽ പേർ. 3 പേരിൽ നിന്നായി 10 ലക്ഷം രൂപ വീതം തട്ടിയെന്ന പരാതിയിൽ ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്തത് 3 കേസുകൾ. ആകെ കേസുകൾ 7 ആയി. MC കമറുദ്ദീൻ ചെയർമാനായി ഫാഷൻ ജ്വല്ലറി പ്രവർത്തനം തുടങ്ങിയത് നിരവധി പേരിൽ നിന്നും വൻ തുക നിക്ഷേപമായി സ്വീകരിച്ച് 1.5 വർഷം മുൻപ് സ്വർണ്ണക്കട പ്രവർത്തനം നിർത്തി. ഇതുവരെ പണം തിരിച്ചു നൽകിയില്ലെന്ന് പരാതി. പോപ്പുലർ ഫിനാൻസ് ഉടമകൾ തട്ടിയെടുത്ത പണം വിദേശത്ത് നിക്ഷേപിച്ചെന്ന സൂചന. 1,500 കോടിയുടെ വിദേശ നിക്ഷേപമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായം തേടാൻ തീരുമാനം. പോപ്പുലർ ഫിനാൻസിനെതിരെ കോന്നി പോലീസ് സ്റ്റേഷനിൽ മാത്രം കിട്ടിയത് 1,600ഓളം പരാതികൾ. കോന്നി വകയാറിലെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ ദിവസവും പണം നഷ്ടപ്പെട്ടവരുടെ പ്രതിഷേധം. ഉടമകൾ നടത്തിയ ഭൂമി ഇടപാടുകൾ, സാമ്പത്തിക സ്രോതസ്സുകൾ എന്നിവയിൽ അന്വേഷണം ആരംഭിച്ച നികുതി വകുപ്പ്. ഫിനാൻസ് ഉടമ റോയി ഡാനിയൽ, ഭാര്യ പ്രഭ, മക്കളായ റിനു തോമസ്, റീന തോമസ് എന്നിവരെ കസ്റ്റഡിയിൽ കിട്ടിയാലേ കൂടുതൽ അന്വേഷണം നടക്കൂ എന്ന് ഉദ്യോഗസ്ഥർ. പത്തനംതിട്ട കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച അന്വേഷണ സംഘം തിങ്കളാഴ്ച കേസ് പരിഗണിക്കും.
തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയ ടൂറിസം മേഖലയിൽ ലൈസൻസ് ഫീസുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ സർക്കാർ. ലൈസൻസ് കാലാവധി തീരുന്നതിന് മുൻപ് ഹൌസ് ബോട്ട് ഉടമകൾ ഫീസ് അടച്ച് പുതുക്കണമെന്ന് തുറമുഖ വകുപ്പ്. ഹൌസ് ബോട്ടുകളിലും അനുബന്ധ മേഖലകളിലും തൊഴിൽ നഷ്ടപ്പെട്ടത് 50,000-ഓളം തൊഴിലാളികൾക്ക്. കൊല്ലം നഗരത്തെ ഹരിതാഭമാക്കാൻ കൃത്രിമ വനം ഒരുങ്ങുന്നു. ആശ്രാമം മൈതാനത്തിന്റെ ഒരു ഭാഗം വനവൽക്കരിച്ച് കൊല്ലം നഗരസഭ. വനവൽക്കരണം ജാപ്പനീസ് വിദ്യയായ മിയാവാക്കി അടിസ്ഥാനമാക്കി. ആശ്രാമ മൈതാനത്ത് ആദ്യഘട്ടത്തിൽ നട്ടുപിടിപ്പിച്ചത് 2000 വൃക്ഷത്തൈകൾ. 60 ഇനത്തിൽ ഏറെയും ഫലവൃക്ഷങ്ങൾ. ഒരു വർഷം കൊണ്ട് 5 വർഷത്തെ വളർച്ച വൃക്ഷത്തൈകൾക്കുണ്ടാകും. പദ്ധതി നടപ്പാക്കുന്നത് വനംവകുപ്പ്, DTPC, നഗരസഭ എന്നിവ സംയുക്തമായി. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പൂത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ വഴിത്തിരിവ്. സുശാന്തിന്റെ മുൻ മാനേജർ സാമുവൽ മിറാൻഡയെ കസ്റ്റഡിയിലെടുത്ത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. കസ്റ്റഡിയിലെടുത്തത് രാവിലെ മുതൽ മിറാൻഡയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിന് ശേഷം നടി റിയ ചക്രവർത്തിയുടെ വീട്ടിലും പരിശോധന. ഉത്തർപ്രദേശിൽ 3 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ലഖിംപൂർ ഖേരി ജില്ലയിൽ 20 ദിവസത്തിനിടയിലെ 3ാമത്തെ സംഭവം. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കാട്ടിൽ വലിച്ചെറിയുകയായിരുന്നു. നേപ്പാൾ കാഠ്മണ്ഡുവിൽ പോലീസും പ്രദേശവാസികളും തമ്മിൽ ഏറ്റുമുട്ടൽ. സംഭവം മജീന്ദ്രനാഥ് ജാത്ര രഥം വലിക്കൽ ചടങ്ങിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് പിന്നാലെ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ച് പോലീസ്. IPL കമന്ററി സംഘത്തിൽ സഞ്ജയ് മഞ്ച്രേക്കറെ ഉൾപ്പെടുത്താതെ BCCI. കമന്ററി സംഘത്തിൽ 7 ഇന്ത്യക്കാർ. സുനിൽ ഗാവസ്കറും ഹർഷ ഭോഗ്ലെയും അഞ്ജും ചോപ്രയും സംഘത്തിൽ. ക്ലബ്ബ് മാറ്റത്തെ പറ്റിയുള്ള അഭ്യൂഹങ്ങൾക്കിടെ ലിയോണൽ മെസ്സിയെ വീട്ടിലെത്തിക്കണ്ട സഹതാരം ലൂയിസ് സുവാരസ്. ക്ലബ്ബ് മാറ്റം ചർച്ചയായോ എന്നതിനെപ്പറ്റി പ്രതികരിക്കാതെ ഇരുവരും. ബാഴ്സലോണയിൽ നിന്ന് യുവന്റസിലേക്കുള്ള സുവാരസിന്റെ ട്രാൻസ്ഫർ അന്തിമഘട്ടത്തിലാണെന്ന് സൂചന. മെസ്സി ബാഴ്സയിൽ തുടരുമെന്നാണ് പ്രതീക്ഷയെന്ന് സഹതാരം ആന്റോയിൻ ഗ്രീസ്മാൻ. മെസ്സിയും ക്ലബ്ബും തമ്മിലാണ് പ്രശ്നം. വിഷയത്തിൽ വിശദമായ കാര്യങ്ങൾ അറിയില്ലെന്നും ഗ്രീസ്മാൻ. US ഓപ്പണിൽ നിന്ന് ഇന്ത്യയുടെ സുമിത് നാഗൽ പുറത്ത്. 2ാം സീഡ് ഡൊമിനിക് തീമിനോട് തോറ്റത് നേരിട്ടുള്ള സെറ്റുകൾക്ക്. സ്കോർ 3-6, 3-6, 2-6. UEFA നേഷൻസ് ലീഗ് ഫുട്ബോളിൽ ജർമ്മനി സ്പെയിൻ മത്സരം സമനിലയിൽ. 51ാം മിനിറ്റിൽ വെർണറുടെ ഗോളിൽ മുന്നിലെത്തി ജർമ്മനി. ഇഞ്ചുറി ടൈമിൽ സമനില പിടിച്ച ഗായയുടെ ഗോൾ. നേഷൻസ് ലീഗ് ഫുട്ബോളിൽ അയർലൻഡിനെ സമനിലയിൽ തളച്ച ബൾഗേറിയ. 56ാം മിനിറ്റിൽ ക്രാവിന്റെ ഗോളിൽ മുന്നിലെത്തി ബൾഗേറിയ. കളി തീരാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ഡഫിയുടെ ഗോളിലൂടെ സമനില പിടിച്ച് അയർലൻഡ്. 3 PSG താരങ്ങൾക്ക് കൂടി കോവിഡ് രോഗബാധ. ഇക്കാർദി, നവാസ്, മാർക്കിന്യോസ് എന്നിവർക്ക്. PSG-യിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 6ആയി. അത്ലറ്റിക്കോ മാഡ്രിഡ് താരങ്ങളായ ഡീഗോ കോസ്റ്റയ്ക്കും സാന്റിയാഗോ ആരിയാസിനും കോവിഡ്. സീസൺ തുടങ്ങുന്നതിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. താരങ്ങൾ നിരീക്ഷണത്തിലാണെന്ന് ട്വീറ്റ് ചെയ്ത് അത്ലറ്റിക്കോ മാഡ്രിഡ്. ദിലീപ് നായകനാകുന്ന പുതിയ ചിത്രത്തിന് ഖലാസി എന്ന് പേരിട്ട് നവാഗതനായ മിഥുൽ രാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് ഗോകുലം ഗോപാലൻ. മാപ്പിള ഖലാസിമാരെ കുറിച്ച് മലയാളത്തിൽ പ്രഖ്യാപിച്ചത് 3 ചിത്രങ്ങൾ. ആദ്യം സിനിമ പ്രഖ്യാപിച്ചത് ശ്രീകുമാർ മേനോൻ, തൊട്ടു പിന്നാലെ ദിലീപും. സംവിധായകൻ സലിം അഹമ്മദ് മമ്മൂട്ടിയെ നായകനാക്കി മാപ്പിള ഖലാസിമാർ എന്ന സിനിമ ഒരുക്കുന്നതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നു. സമരൻ ബദ്ലഹേമിന്റെ 22ാം വാർഷികത്തിൽ വീണ്ടും ഒന്നിച്ച രഞ്ജിത്തും സിബി മലയിലും. ഫേസ്ബുക്കിലൂടെയാണ് ഇരുവരും ഒന്നിക്കുന്ന ചിത്രം പ്രഖ്യാപിച്ചത്. ചിത്രത്തിൽ രഞ്ജിത്ത് നിർമ്മാതാവും സിബി മലയിൽ സംവിധായകനും. ആസിഫ് അലിയാണ് നായകൻ.